ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യം വളരെ പെട്ടെന്ന് നമ്മിലേക്ക് എത്തുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരിക്കും. നമുക്കൊരിക്കലും ലഭിക്കില്ലെന്ന് കരുതിയ ജോലി, ആ ജോലിയിലുള്ള പ്രൊമോഷൻ, നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ നൽകപ്പെടുന്ന ശമ്പളം ലഭിക്കുന്ന ജോലി നമുക്ക് ലഭിക്കുക, അതും ഓർക്കാപ്പുറത്ത് നമുക്ക് എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് വിവരണാതീർണമാണ്. അങ്ങനെ ഒരു സന്ദർഭം ഈ അടുത്ത് നമ്മുടെ മജ്‌ലിസിലെ നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിക്ക് സംഭവിച്ചു. അവരത് കൃത്യമായി നമ്മെ എഴുതി അറിയിക്കുകയും ചെയ്തു. ഞാൻ ആ വിഷയം പറയാം, അതിന് കാരണമായിട്ടുള്ള അമലുകളും ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. അല്ലാഹുവിന്റെ മുമ്പിൽ നാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓരോ അമലുകളും ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുമ്പോൾ അല്ലാഹു നമുക്ക് അതിന് വലിയ വഴി കാണിച്ചു തരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം, ആത്മാർത്ഥതയോടുകൂടെ ചെയ്യണം. അപ്പൊ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല ഒരു ജോലി അവർ ഉദ്ദേശിച്ചതിലുപരി അവർക്ക് ലഭിച്ചതിന്റെ ആ സന്തോഷം, ഇൻഷാ അല്ലാഹ് അതിന് കാരണമായ അമല് എല്ലാം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ദിവസം ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ്. അപ്പൊ ഏത് ചൊവ്വാഴ്ചകളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമാണ് വരാൻ സാധിക്കുക. ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടാകുക എന്നുള്ളത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസുകളിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച വിളിച്ചാൽ 10 മണിക്ക് ശേഷം വിളിച്ചാൽ ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. കോൾ എല്ലാ സമയത്തും നമുക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് സമയം കൃത്യമായി പാലിച്ച് വിളിക്കണം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നതുകൊണ്ട് നേരത്തെ വിളിക്കുന്നവർക്ക് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ അല്ലാഹു നമുക്ക് ഖൈറാത്തുകളിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസിൽ വളരെ മുമ്പ് തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു
കുടുംബമാണ് അവർ എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ വീഡിയോസുകളൊക്കെ അവർ ശ്രദ്ധിക്കുന്നവരാണ്. ഇതിൽ നിങ്ങൾ കണ്ടോ, വീഡിയോ കണ്ട് ഈ അമല് എന്തായാലും ചെയ്യുമെന്ന് 100% നിശ്ചയിച്ചുറപ്പിച്ചു. അങ്ങനെ 100% നിശ്ചയിച്ചുറപ്പിച്ചു. ഇന്ന് രാവിലെ ബന്ധുവായ ഒരാൾ കോഴിക്കോട് വെച്ച് നടക്കുന്ന ഒരു ഇന്റർവ്യൂവിന്റെ ആഡ് അയച്ചു തന്നു, ഒരു പരസ്യം അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി തന്നെ പതിവ് പോലെ രാവിലെ നിലവിലുള്ള ജോലിക്ക് പോയ സമയത്താണ് ഞാനത് കണ്ടത്. മുതലാളിയുടെ സമ്മതത്തോടുകൂടെ ലീവ് എടുത്ത് ഇന്റർവ്യൂവിന് പോയി. 12,000 ബിസ്മി നേർച്ചയുമാക്കി. സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ടെങ്കിലും ആ ജോലി കിട്ടാൻ വേണ്ടത്ര യോഗ്യതയോ എക്സ്പീരിയൻസോ ഒന്നും എനിക്കില്ലായിരുന്നു. എന്നിട്ടും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എനിക്കത് കിട്ടി. അവരത് ഒരുപാട് അവർ എഴുതിയിട്ടുണ്ട്. 12,000 ബിസ്മി ചൊല്ലാൻ നേർച്ചയാക്കുകയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ആ ജോലി കിട്ടാൻ വേണ്ടത്ര യോഗ്യതയോ എക്സ്പീരിയൻസോ ഒന്നും എനിക്കില്ലായിരുന്നു. എന്നിട്ട് മാഷാ അല്ലാഹ് എനിക്കത് കിട്ടി. അതിലേറെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ 80ഓളം ആളുകൾ ആ ഇന്റർവ്യൂവിന് വന്നെങ്കിലും ഞാനടക്കം 3 പേർ ഒഴികെയുള്ള എല്ലാവർക്കും ആ പോസ്റ്റിലും താഴ്ന്ന പദവിയും ശമ്പളവും ഉള്ള പോസ്റ്റാണ് കിട്ടിയത്. അവിടെ എത്തിയപ്പോൾ ഇതെന്തായാലും കിട്ടില്ലെന്ന് കരുതി ഇന്റർവ്യൂവിന് പങ്കെടുക്കാതെ തിരിച്ചു വരാനും കുറെ ആലോചിച്ചതാണ്. ഈ അമലിൽ പ്രതീക്ഷയർപ്പിച്ചത് കൊണ്ട് മാത്രം പങ്കെടുത്തു. പിന്നീട് സംഭവിച്ചത് അത്ഭുതം. അൽഹംദുലില്ലാ എന്നവര് എഴുതി അറിയിച്ചതാണ് ഞാൻ ഈ ഡിസ്പ്ലേയിലെ കാണിച്ച ഈ സ്ക്രീൻഷോട്ടിലുള്ളത്. 12,000 ബിസ്മിയെ കുറിച്ച് നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. 12,000 ബിസ്മിയെ കുറിച്ച് മഹത്തുക്കള് അവരവരുടെ കിതാബുകളിൽ വിശദീകരിച്ച ഭാഗത്ത് തന്നെ അവിടെ എഴുതിയിട്ടുള്ള ആ ഒരു പ്രയോഗം നമുക്ക് കാണാം. ഇങ്ങനെ ഈ പറയുന്നത് പോലെ ആരെങ്കിലും അമല് ചെയ്തു കഴിഞ്ഞാൽ ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിന്റെ ഇതിന് കൊണ്ട് അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് മഹത്തുക്കൾ കൃത്യമായി എഴുതി വെച്ചത് ഞാൻ ഈ അമല് വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാന്മാരൊക്കെ ഇതിനെക്കുറിച്ച് മുജറബായ അമൽ, അതായത് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് ലഭിച്ച അമൽ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അമല് കൂടെയാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ തന്നെ നിരവധി ആളുകൾ ഈ അമലുകൾ ചെയ്യുകയും അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. 12,000 ബിസ്മിയുടെ അമലിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമൽ ആരാണോ ചെയ്യുന്നത് അവർക്കെല്ലാം ഇതിന്റെ റിസൾട്ട് കിട്ടിയ അനുഭവമേ ഉള്ളൂ. 100 കണക്കിന് മെസ്സേജുകളാണ് ഈ 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ട് മാത്രം പറയാനും അതിനെക്കുറിച്ച് അറിയിക്കാനും അതിന്റെ റിസൾട്ടുകൾ പറയാനും വേണ്ടി ഓരോ ദിവസവും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും റീപ്ലൈ കൊടുക്കാൻ സാധിക്കൂല, എങ്കിലും ചിലപ്പോഴൊക്കെ ഫ്രീ ഉള്ള സമയത്തൊക്കെ അതൊക്കെ നോക്കി അതിന് റീപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. 12,000 ബിസ്മിയുടെ അമലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏകദേശം 1 വർഷത്തോളമാകാനായി ആ അമല് പറഞ്ഞിട്ട്. ഈ 1 വർഷത്തിനിടയിൽ ആ വീഡിയോ, അതുമായി അനുബന്ധമായിട്ട് നമ്മൾ ചെയ്ത വീഡിയോകളൊക്കെ ഓരോ വീഡിയോസുകളും ലക്ഷങ്ങൾ ആളുകളാണ് കണ്ടത്. 2 ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോ, 4 ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോ. അങ്ങനെ 12,000 ബിസ്മിയുടെ അമൽ ഒരുപാട് ആളുകളിലേക്ക് എത്തി. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ അവരുടെ ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലരും പ്രവാസികളൊക്കെ അത് അപ്ലോഡ് ചെയ്തിട്ട് അവരിലേക്കും എത്തി. അങ്ങനെ ഒരുപാട് പ്രവാസികളൊക്കെ ഈ അമലുകൾ ചെയ്തു. ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ കഴിയുന്ന എത്രയോ ജോലി തേടി പോകുന്ന പ്രവാസികളൊക്കെ അവരുടെ വിസിറ്റിംഗ് കാലയളവിലെ 1, 2, 3 തവണയൊക്കെ 12,000 ബിസ്മിയുടെ അമലുകൾ ചെയ്ത് അത്ഭുതങ്ങൾ സംഭവിച്ച എത്രയോ സന്തോഷ വാർത്ത നമ്മിലേക്ക് അറിയിച്ചിട്ടുണ്ട്. ഈ ബിസ്മിയുടെ അമലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് അത്രയും അത്ഭുതമുള്ള ഒരു അമലാണ്. ഈ അമല് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു അമലാണ്. എല്ലാത്തിനും ഉപരി ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ വാക്യമാണ്. ഈ വാക്യം കൊണ്ട് നമ്മുടെ മുൻകഴിഞ്ഞ അമ്പിയാക്കൾ അവര് എല്ലാം നേടിയെടുത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 12,000 ബിസ്മിയുടെ അമല് എങ്ങനെയാണ്
ചെയ്യേണ്ടത്, അത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, അത് ഒറ്റ ഇരുത്തത്തിൽ ചെയ്യണോ, അത് പീരിയഡ്സിന്റെ സമയത്ത് സഹോദരിമാർക്ക് ചെയ്യാൻ സാധിക്കുമോ, അതല്ലാതെ ഒരു ഇരുത്തത്തിൽ തന്നെ ഒറ്റ തവണയായിട്ട് തന്നെ ഇത്ര ദിവസങ്ങളെ കൊണ്ട് ചൊല്ലിത്തീർക്കണോ എന്നുള്ള തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ കൃത്യമായിട്ട് ഇന്ന് മറുപടി പറഞ്ഞ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് വളരെ വിശദമായിട്ട് വിശദീകരിക്കുകയും നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ അമല് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ അതിന് റിസൾട്ട് ലഭിക്കുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 12,000 ബിസ്മിയെ കുറിച്ചുള്ള അമലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ വീഡിയോസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി തവണകളായിട്ട് പല അമലുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിലൊക്കെ ലക്ഷങ്ങൾ കടങ്ങളുള്ളവരുണ്ടായിരുന്നു. ഒരിക്കലും ജോലി ലഭിക്കില്ലെന്ന് കരുതിയവരുണ്ടായിരുന്നു. പ്രമോഷൻ ലഭിക്കാനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന സമയത്ത് വീഡിയോ കാണുകയും ഈ വീഡിയോയിലുള്ളതുപോലെ കൃത്യമായി വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലൊക്കെ നല്ലൊരു ദിവസം തിരഞ്ഞെടുത്തിട്ട് അമല് ചെയ്യുകയും അതിന് റിസൾട്ട് ലഭിച്ച അനുഭവം എത്രയോ നമുക്കുണ്ട്. വിവാഹം നടക്കാതിരുന്ന ആ സമയത്ത് ഒരിക്കലും നടക്കില്ലെന്ന് നടക്കുമെന്ന് പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന സമയത്തൊക്കെ അമൽ ചെയ്തിട്ട് നല്ല റിസൾട്ട് ലഭിച്ച എത്രയോ അനുഭവങ്ങൾ നമുക്കത് അയച്ചു തന്നതൊക്കെ ഇവിടെയുണ്ട്. ഓരോ ദിവസവും അതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഓരോ അമലുകളെ കുറിച്ചും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാണ്. ആദ്യമായിട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നമുക്ക് ഒരു സമയത്ത് അത് പൂർത്തീകരിച്ച് തരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് കരുതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാതിരിക്കുകയോ അല്ലാഹുവിനോട് ചോദിക്കാതിരിക്കുകയോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അല്ലാഹുവിനോട് ചോദിക്കണം. അപ്പൊ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അതെന്തെങ്കിലും ഒരു അമലുകളൊക്കെ ചെയ്ത് ചോദിക്കുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകും, നല്ല ഫലം ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ. ഒരാൾ സ്വതക്ക ചെയ്യണം, സ്വതക്ക ചെയ്തിട്ട് ഉടനെ തന്നെ ദുആ ചെയ്യണം. ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവൂലേ? അത് വേറൊരാൾ ദുആ ചെയ്യാണ്, വെറുതെ ഇരുന്ന് ദുആ ചെയ്യുന്നു. എന്നാൽ അയാൾ ദുആ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പവർ ഉള്ളത് ഈ സ്വതക്ക കൊടുത്ത ഉടനെ ഒരാൾ ദുആ ചെയ്യുന്നതാണ് അല്ലേ? ഒരാളൊരു യതീമിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്തു, ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ആ യതീമിനെ സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഒരാൾ ദുആ ചെയ്യുന്നു, വേറൊരാൾ വെറുതെ ഇരുന്ന് ദുആ ചെയ്യുന്നു. അപ്പൊ ഇതിനേക്കാളും കൂടുതൽ ഈ വെറുതെ ഇരുന്ന് ദുആ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫലം ആ യതീമിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ദുആ ചെയ്യുന്നുണ്ടാകും. ഒരു മുത്തഅല്ലിമിന് ഒരാൾ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു, ശുഭ്രവസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. ആ മുത്തഅല്ലിം അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമാണ്. അപ്പൊ ആ മുത്തഅല്ലിമിന് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. ആ സന്തോഷത്തോടുകൂടെ ആ ഒരു സന്തോഷത്തിൽ ആ മുത്തഅല്ലിം ഇൽമ പഠിക്കുന്നു. അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്തതിന്റെ ശേഷം ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, ദുആ സ്വീകരിക്കപ്പെടും. ഒരാൾ ഉംറ ചെയ്യുന്നു, ഉംറ ചെയ്തിട്ട് ദുആ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ അമലുകളും ചെയ്ത് ദുആ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലമുണ്ടാകും. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആൻ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. അതിന്റെ ഒരു ഹർഫിന് തന്നെ വലിയ പ്രതിഫലം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അമലാണ് ചെയ്യുന്നത്. ഇത് കേവലം നമ്മൾ സ്വന്തം എടുത്തു പറയുകയോ എൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം ഞാനൊരു എണ്ണം കണക്കാക്കിയിട്ട് ആ എണ്ണം സങ്കല്പിച്ചുകൊണ്ട് ഇത്ര എണ്ണം ചൊല്ലുക ഇങ്ങനെ പറയുകയല്ല. ഇതിനിടയ്ക്ക് ഏതോ ഒരു എന്താ വിവരമില്ലാത്തവൻ അവൻ വന്നിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഈ 12,000 എന്നുള്ള ഈ ആദത്ത് എവിടെ നിന്നാണ് ഉസ്താദിന് കിട്ടിയത് എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ നിന്ന് കിട്ടിയാലാണ് നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കുക? അപ്പോ അയാൾ പറഞ്ഞത് ഖുർആനിലുണ്ടോ എന്നുള്ളതായിരുന്നു അയാളുടെ ചോദ്യം. അപ്പോ എല്ലാ വിഷയങ്ങളും ഇപ്പൊ ഖുർആനിലും ഹദീസിലും മാത്രമല്ലല്ലോ. അങ്ങനെ എന്താ വിശ്വസിക്കുന്നത് അബദ്ധമാണ്. അങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രം എല്ലാ വിഷയങ്ങളും നമുക്ക് കിട്ടൂല. എന്നാൽ നമുക്ക് ലഭിക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങള് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് 4 പ്രമാണങ്ങളാണുള്ളത്. അപ്പോ ഈ പ്രമാണങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളുകൾക്ക് നമുക്കതിന് മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അവരിപ്പോ പെട്ടെന്ന് അങ്ങനെ എന്താ ഖുർആനിൽ നിന്ന് അതെടുക്കാൻ മാത്രമുള്ള എന്താ മസലകൾ കണ്ടെത്താനുള്ള യോഗ്യതയുള്ളവരോ ഒന്നുമല്ലല്ലോ നമ്മള്. അതിനൊക്കെ മുജ്തഹിദുകളായ ഇമാമുകളുണ്ട്. അവരാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ. നമ്മുടെ അടുക്കൽ കിട്ടിയ ഹദീസുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയവര്, അതേപോലെ തന്നെ
വലിയ വലിയ സമാഹാരങ്ങൾ, ഹദീസും ഹദീസിന്റെ സനദും, അത് വന്ന റാവിമാരുടെ പേര്, റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ പേര്, അവരുടെ താരീഖുകൾ, ഇതൊക്കെ മനഃപ്പാടമാക്കിയ വലിയ വലിയ മഹത്തുക്കൾ, അവരാണ് ദീനിന്റെ നിയമങ്ങൾ പറയുന്നത്. ആ നിയമങ്ങൾ പറയുന്നത് അവർ കിതാബുകളിൽ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. ആ ക്രോഡീകരിച്ചു വെച്ചതും കൂടെ ഇസ്ലാമിൽ പ്രാമാണികമാണ്. അതുകൂടെ മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ. അവരാണ്, അത്തരം അഹ്ലുകാരിൽപ്പെട്ടവരാണ് നമ്മൾ. അതല്ലാതെ ഈ ബിദായി കക്ഷികൾ, പുത്തൻവാദികള്, ജമാഅത്തെ ഇസ്ലാമിക്കാർ, ഇങ്ങനെയുള്ള വഹാബികൾ ഉണ്ടല്ലോ, ഈ ഓരോരുത്തരും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രം അവര് സ്വന്തം തെരഞ്ഞെടുത്ത് അവര് ഹുക്മുകൾ, വിധികൾ കണ്ടെത്തിയിട്ട് ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അവർക്ക് പിഴവുകൾ സംഭവിക്കും. നമ്മുടെ നേതാക്കളാകുന്നത്, നമ്മുടെ പൂർവികരാകുന്നത് അവർ നമ്മുടെ ഇമാമുകളാണ്. അവർക്ക് പിഴവ് സംഭവിക്കില്ല. കാരണം അവർക്കത് കടഞ്ഞെടുക്കാനും അത് തെരഞ്ഞെടുക്കാനുമുള്ള യോഗ്യതയുള്ള മുജ്തഹിദുകളാണെന്ന് മാത്രമല്ല, അവർ നമുക്കിപ്പോ ബുഖാരിയിലൊക്കെയുള്ള ഹദീസ് എന്ന് പറഞ്ഞാല് 7000 സംതിങ് ഹദീസാണ് ബുഖാരിയിൽ ആകെയുള്ളത്. ആവർത്തനമില്ലാതെ 4000-ഓളം ഹദീസാണുള്ളത്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം ഹദീസ് ഗ്രന്ഥം അത് സ്വഹീഹുൽ ബുഖാരിയാണ്. അതിൽ ആകെയുള്ളത് 4000 ഹദീസാണ്, ആവർത്തനമില്ലാതെ 4000 സംതിങ്. എന്നാൽ നമ്മുടെ പൂർവ്വസൂരികളായ മുജ്തഹിദുകളായ ഇമാമുകൾക്കൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകൾ, 10 ലക്ഷം ഹദീസുകളൊക്കെ മനഃപ്പാടമുള്ളവരാണ്. അവരാണ് ആ ഹദീസുകളൊക്കെ കണ്ട അവരാണ് നമുക്ക് നിയമങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഇത്തരം ജൽപ്പനങ്ങൾ ചോദിക്കുന്നവർക്കും പറയുന്നവർക്കൊക്കെ അവർ സ്വന്തം അവരുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തുമ്പോൾ പല പിഴവുകളും സംഭവിക്കുന്നു. അങ്ങനെ അവർ പറയുന്നു, നബിദിനം ആഘോഷിക്കാൻ പാടില്ല, മൗലിദ് ഓതാൻ പാടില്ല, കൂട്ടുപ്രാർത്ഥന നടത്താൻ പാടില്ല, മഹാന്മാരുടെ ഖബറിങ്ങിൽ പോയിട്ട് അവരെ തവസ്സുലാക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള പല വാദങ്ങളും അത്തരം ആളുകളാണ് ഇവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും അത്തരം ചതികളിൽ നിന്നും പെടരുത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് വന്നപ്പോൾ അതിന് പ്രതികരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് 12000 ബിസ്മിയുടെ അമലിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയാണ്. 12000 ബിസ്മിയുടെ അമൽ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം. വിശ്വാസത്തോടു കൂടെ ചെയ്യണം. നേരത്തെ ഞാൻ കാണിച്ചെന്ന സ്ക്രീൻഷോട്ടില് അദ്ദേഹം അത് ചെയ്യുമ്പോൾ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടു കൂടെ ചെയ്യണം. ഞാൻ ആ ഭാഗം കിതാബിൽ നിന്ന് വായിക്കാൻ വേണ്ടി പോവുകയാണ്. മഹാന്മാർ പറയുന്നു, മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 12,000 മറ, ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 12000 തവണ പാരായണം ചെയ്താൽ, ആഖിറ കുല്ലി അൽഫിൻ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓരോ 1000-ങ്ങൾക്ക് ശേഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കണം. വയസ്അലുല്ലാഹ ഹാജതഹു, അത് കഴിഞ്ഞിട്ട് വയസ്അലു, അവൻ ചോദിക്കണം, അല്ലാഹുവിനോട് ചോദിക്കണം, ഹാജതഹു, അവന്റെ ആവശ്യത്തിന് ചോദിക്കണം. സുമ്മ യഊദു ഇലൽ ഖിറാഅത്തി, പിന്നീട് അവൻ ഖിറാഅത്തിലേക്ക് മടങ്ങണം. ഏത് ഖിറാഅത്തിലേക്ക് മടങ്ങണം? ഓരോ 1000-ങ്ങൾക്ക് ശേഷവും അവനൊരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ അവൻ ആ അമല് ചെയ്യുന്നത് ആ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവൻ ഖിറാഅത്തിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ 1000 അല്ലേ ഇപ്പം പൂർത്തിയായിട്ടുള്ളൂ. ഇനി 1001 മുതൽ അടുത്ത 2000 വരെ അവൻ ചൊല്ലാനുണ്ട്. അപ്പൊ 1001, 1002 എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അങ്ങനെ ഓരോ 2000 കഴിഞ്ഞാലും ഓരോ 1000-ങ്ങൾ കഴിയുമ്പോഴും ഒരു സ്വലാത്ത് ചൊല്ലണം മുത്തുനബി തങ്ങളുടെ മേലിലെ. അത് കഴിഞ്ഞിട്ട് അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് ചോദിക്കണം. ഫൈദാ ബലഗൽ അൽഫ്, അങ്ങനെ 1000 എത്തുന്ന സമയത്തെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യണം. ഏതുവരെ ചെയ്യണം? ഇലൻഖിലാഇൽ അദദിൽ മദ്കൂർ, ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് തുടർന്നുകൊണ്ടിരുന്നാൽ, അങ്ങനെ ഈ അമല് 12000 തവണ ചൊല്ലി പൂർത്തീകരിക്കുകയും ആ 12000-ത്തിന് ശേഷവും ഒരു സ്വലാത്ത് ചൊല്ലി മുത്തുനബി തങ്ങളിലേക്ക് പ്രത്യേകം സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിന് പ്രത്യേകം പറയുകയും ചെയ്താൽ, ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിന്റെ ഇതിന് കൊണ്ട് അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതൊരു മുജറബായ അമലാണെന്നാണ് പറയുന്നത്. മുജറബായ അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ട് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടി, അതിന്റെ ഫലം ലഭിച്ചു. തജ്രിബത്തുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾക്ക് എഫക്റ്റ് ഉണ്ടായിട്ടുള്ള അമലാണ് എന്നാണ് മുജറബായ അമല് എന്ന് പറഞ്ഞതുകൊണ്ട്
പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതൊരു മുജറബായ അമലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസുകള് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും പതിനായിരങ്ങൾ ആ അമലുകൾ ചെയ്യുകയും ആയിരങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യാനുണ്ടായ കാരണം അത് അത്രമേൽ മഹത്വമുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അത് പറഞ്ഞു. അവരുടെ ഓരോ വിഷയങ്ങളിലേക്കും ഇറങ്ങുന്ന സമയത്ത് ബിസ്മി അങ്ങ് ചൊല്ലി ഇറങ്ങുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഈ അമല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അപ്പൊ നല്ല നെയ്യത്തോടുകൂടെ ഒരു ദിവസം ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കുക. അന്നത്തെ ദിവസം തുടങ്ങിയാൽ മതി. ഇത് ഇത്ര ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണം എന്നുണ്ടോ? അങ്ങനെ ഒന്നും ഇല്ല. ഇത്ര ദിവസങ്ങളെ കൊണ്ട് ചൊല്ലി തീർക്കണം എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് 12 ദിവസങ്ങളെ കൊണ്ട് ചൊല്ലി തീർക്കാം, 6 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാം, 3 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാം. നല്ല ആത്മാർത്ഥതയും സമയമൊക്കെ ഉള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചൊല്ലി തീർക്കുകയും ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ, അത് ഇത്ര ദിവസം കൊണ്ട് ചൊല്ലി തീർക്കേണ്ടതുണ്ടോ? ഇല്ല. അതൊരു ടൈം ലിമിറ്റോ ഒരു ഡേ ലിമിറ്റോ അതിനില്ല. എത്ര ദിവസങ്ങളെ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ്. പിന്നെ ഇത് ചൊല്ലുന്ന സമയത്ത് ശുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ള ഉപാധി ഉണ്ടോ എന്നുള്ളതാണ്. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒരു ദിക്റും കൂടെയാണ്. അപ്പൊ ദിക്റാണ് എന്ന നിയത്തോടുകൂടെ നമുക്ക് അങ്ങനെയും ചൊല്ലാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നീട് ഇപ്പൊ ചോദിക്കാറുള്ളത് ഏത് ദിവസമാണ് ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസം എന്നുള്ളത്. ഇത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആ നല്ല ദിവസങ്ങൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോ അതിന് ഇജാബത്ത് കൂടുതൽ കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ്. അപ്പൊ ഒരു നല്ല ദിവസം നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് ആ ദിവസത്തിൽ തന്നെ തുടങ്ങാനും ചെയ്യാനും വേണ്ടി ശ്രമിച്ചാൽ അതിന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മോട് ചോദിച്ച് നമ്മുടെ ഇജാസത്തൊക്കെ വാങ്ങിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒക്കെയാണ് ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുള്ളത്. അങ്ങനെ പല ആളുകളും ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് ലഭിച്ച അനുഭവങ്ങളും നമുക്കുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരു സമയത്ത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചൊല്ലാൻ സാധിക്കുമോ എന്നൊക്കെ ചൊല്ലുന്നതിന് തടസ്സമൊന്നുമില്ല. ഓരോ ആവശ്യങ്ങളും ഇങ്ങനെ പൂർത്തീകരിച്ച് അടുത്ത ആവശ്യത്തിന് വേണ്ടി വീണ്ടും ചൊല്ലുമ്പോൾ ഈ ദിക്ർ നമുക്ക് വീണ്ടും ചൊല്ലാനുള്ള അവസരമല്ലേ. അപ്പൊ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായത് എന്നും കൂടെ അറിയിക്കണം. പിന്നെ അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ നമ്മുടെ മകളുടെ വിവാഹം നടക്കുന്നില്ല, എന്നാൽ ഒരൊറ്റ തവണ ആ മകളെയും ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരോടും ചൊല്ലാൻ വേണ്ടി പറയാം. ഒരൊറ്റ തവണ അവരോട് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ പറയും. ഇപ്പൊ ഞാൻ ഈ കാണിച്ചെന്ന ഈ സ്ക്രീൻഷോട്ട് മാത്രമല്ല, ഒരുപാട് സ്ക്രീൻഷോട്ട്സുകള് ഈ 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മുടെ കയ്യിൽ വന്നതുണ്ട്. അതൊക്കെ എന്താണെന്ന് ചോദിച്ചാല് അതൊക്കെ വെറുതെ ഒരാൾ എഴുതൂല. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്നുള്ളത്. എന്നാൽ ചെയ്തു നോക്കൂ. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന ചൊവ്വാഴ്ചകളിൽ നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന പലരുമുണ്ട്. എല്ലാവരും വരുമ്പോൾ പറയാറുള്ളത് 12,000 ബിസ്മിയുടെ അമൽ ചെയ്തതിനെ കുറിച്ച്, അതിന്റെ റിസൾട്ടിനെ കുറിച്ച്, അതിന്റെ അനുഭവങ്ങളെ കുറിച്ച്, മാറ്റങ്ങളെ കുറിച്ച്, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കുറിച്ച് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 12,000 ബിസ്മിയുടെ അമല് ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകും. ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഇപ്പോ ഒരാൾക്കൊരു സ്ഥലം നിലവിലില്ല എന്ന് വിചാരിക്കാം. എന്നാൽ അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടെടുക്കാനുള്ള ഒരു സാധ്യത അങ്ങേയറ്റത്തെ വിദൂരമാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ 12,000 ബിസ്മിയുടെ അമല് ചെയ്യാം. ഏതെങ്കിലും ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് തുറന്നു തരും എന്ന പ്രതീക്ഷയിൽ തന്നെ ചെയ്യുക. പ്രതീക്ഷ നല്ലോണം വേണം, എന്നാൽ അതിന് റിസൾട്ട് ലഭിക്കുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഈ അമല് ചെയ്യുന്നതോടുകൂടെ എനിക്കതിന് റിസൾട്ട് നൽകും എന്ന ശുഭാപ്തിയോടെ, എന്ന പ്രതീക്ഷയോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമല് ഒരൊറ്റ തവണയെങ്കിലും ചുരുങ്ങിയത് ചെയ്തു നോക്കൂ. നമ്മുടെ ആഗ്രഹങ്ങൾ ഞൊടിയിടയിൽ പൂർത്തീകരിക്കപ്പെടും. ഇപ്പൊ നേരത്തെ നമ്മളെ കാണിച്ച ആ സ്ക്രീൻഷോട്ടില് അവർക്ക് ആ ജോലി ലഭിക്കുമെന്നൊരിക്കലും പ്രതീക്ഷയില്ല. ആ ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്യണമെന്നവർക്ക് ഒരു താല്പര്യവുമില്ല. കാരണം കിട്ടുമെന്ന് പ്രതീക്ഷയില്ലല്ലോ, വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ 12,000 ബിസ്മിയുടെ അമലില് പ്രതീക്ഷ അർപ്പിച്ച് മാത്രം ഇറങ്ങിയതാണ്. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വിദേശത്ത് വളരെയധികം ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന,
ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതൊക്കെ ഉമ്മമാർ കേൾക്കുന്നവരായിരിക്കും അല്ലേ. ഉമ്മമാരൊക്കെ എന്ത് ചെയ്യുക, അവരുടെ മക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. അവര് ഇത് ചൊല്ലുമ്പോൾ വേറൊരു കാര്യം കൂടെ അതിൽ നടക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതല്ല ചൊല്ലുന്നത്. എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമായ, റഹ്മാനിന്റെ റഹീമിന്റെ അർത്ഥം വിശാലമായ അർത്ഥങ്ങളാണ് കേട്ടോ. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നല്ല അതിനർത്ഥം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മ കൊണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ആ ബറക്കത്താക്കപ്പെട്ടതായ നാമം കൊണ്ട് നമ്മൾ ബറക്കത്തെടുത്തിട്ടാണ് നമ്മൾ ഓരോ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എത്ര തവണയാണ് ഇത് നമ്മൾ ചൊല്ലുന്നത്? 12,000 തവണയാണ് ചൊല്ലുന്നത്. നമ്മുടെ നാക്ക് അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണല്ലേ. അപ്പൊ ആ ഓരോ തവണ ചൊല്ലുമ്പോഴും 12,000 തവണ ചുരുങ്ങിയത് അള്ളാഹുവിന്റെ പേരുകൾ പറയണം. 12,000 തവണ എന്ന് പറയുമ്പോൾ അതില് അള്ളാ എന്നുള്ള പേര് ഒരു തവണ, പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാ എന്നുള്ള പേര് എത്ര തവണ? ഒരു തവണ ഒരു ബിസ്മിയിൽ വരുന്നുണ്ട്. അള്ളാ എന്നുള്ളത് ഒരു തവണ ബിസ്മിയിൽ വരുന്നുണ്ട്. അപ്പോ 12,000 അള്ളാഹുവിന്റെ നാമം. അർ-റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ്. അർ-റഹീം എന്നുള്ളത് അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ്. ചുരുങ്ങിയത് 36,000 തവണയെങ്കിലും അള്ളാഹുവിനെ അവൻ വിളിക്കുന്നുണ്ട്. അവൻ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ ഇത്രയും തവണ വിളിക്കുമ്പോൾ അതിന് ഇജാബ് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഒരു അമല് ചെയ്യുമ്പോൾ ഇത്രമേൽ ആളുകൾക്ക് റിസൾട്ട് ലഭിക്കാൻ കാരണമാകാനുള്ള ഒരു കാര്യം ഇതാണ്. ഇതിൽ ഇത്ര തവണ അവൻ അള്ളാഹുവിനെ വിളിക്കുന്നുണ്ട്. അള്ളാഹ് എന്നുള്ള നാമം ഒന്ന്, അർ-റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമാണ്. അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ പഠിച്ചില്ലേ, ഹുവല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, യാ അല്ലാഹു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്. ഇതൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അപ്പൊ ബിസ്മിയിൽ 3 തവണ വരുന്നില്ലേ? അർ-റഹ്മാൻ എന്നുള്ള നാമം വരുന്നുണ്ട്, അർ-റഹീം എന്നുള്ള നാമം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ അവന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ 36,000 തവണ ചുരുങ്ങിയത് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തവൻ പറയുകയാണ്, എനിക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്നുള്ളത്. പിന്നെ മാത്രമല്ല, അവന് തവസ്സുലാക്കുകയും ചെയ്യാണ്. കാരണം ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലാണ്. സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അള്ളാഹു എനിക്ക് നല്ലൊരു ജോലി താ, അള്ളാഹുവെ എനിക്ക് ഇന്റർവ്യൂവില് വിജയം താ, എൻ്റെ മകളുടെ വിവാഹം ശരിയാക്കി താ, എനിക്ക് നല്ലൊരു വീട് താ, കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്ന. ഇങ്ങനെ അള്ളാഹുവിനോട് അവന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുത്തനബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് അവനൊരു കാര്യം പറഞ്ഞാലേ ആ കാര്യം സ്വീകരിക്കപ്പെടും എന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഘടകങ്ങൾ ഇതിനുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 3 തവണ അള്ളാഹുവിന്റെ പേരുകൾ വരുന്നുണ്ട്. ചുരുങ്ങിയത് 36,000 തവണ അള്ളാഹുവിനെ വിളിച്ചവൻ ദുആ ചെയ്യുകയാണ്. ഒന്നതാണ് അതിൽ സംഭവിക്കുന്നത്. രണ്ടാമത്തേത് മുത്തനബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവൻ അള്ളാഹുവിനോട് ആവശ്യത്തിന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട്. അപ്പൊ മുത്തനബി തങ്ങളെ തവസ്സുലാക്കിയിട്ട് മുത്തനബി തങ്ങളുടെ ഹഖ് കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ഷറഫ് കൊണ്ടൊക്കെ നമ്മുടെ കാര്യത്തിലൊരു വിജയം താ എന്നാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക്, അവർക്കൊക്കെ ഈ അമല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവരൊക്കെ ചെയ്തവർക്ക് സന്തോഷം ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു അമലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. 12,000 ബിസ്മിയുടെ അമല് ചെയ്തിട്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഏതു സമയത്ത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടത്, അത് ഏതു സമയത്താണ് നമ്മിലേക്ക് എത്തേണ്ടത് എന്ന് അള്ളാഹുവിനാണ് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബാധ്യതയായ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ചോദിച്ചു. അതായത് 12,000 ബിസ്മിയുടെ അമല് ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തു. ഇനി അള്ളാഹു നമുക്കത് യോജിച്ച ഒരു സമയത്ത് അള്ളാഹു നമുക്ക് നൽകും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുക. ആ ഒരു പ്രതീക്ഷ അള്ളാഹു അത് അസ്ഥാനത്താക്കുകയില്ല. കാരണം ഇത്രയും ഘടകങ്ങൾ അതിലുണ്ട്. അള്ളാഹു അത് പൂർത്തീകരിച്ചിരുന്ന ഉറപ്പാണ്. ഒരു തവണ ചെയ്തവര് ഇനിയും ചെയ്തു നോക്കുക, പലതവണ ചെയ്തവർ ഇനിയും ചെയ്തു നോക്കുക, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചെയ്തു നോക്കുക. ഏത് ആവശ്യങ്ങൾ എപ്പോഴാണ് നമ്മിലേക്ക് എത്തുക, അത് ഓർക്കാപ്പുറത്ത് നമുക്ക് എത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലിയതല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ അമലുണ്ട്, യാ ലത്തീഫിന്റെ അമലുണ്ട്, സൂറത്തുൽ ഫത്ഹിന്റെ അമലുണ്ട്. എപ്പോഴും ഫത്ഹുമായി ബന്ധപ്പെട്ടത് സ്വലാത്തുൽ ഫാത്തിഹ, അതേപോലെ തന്നെ
സൂറത്തുൽ ഫത്ഹ്, യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ, ഇതൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഈ അമൽ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ്. ഇജാസത്ത് വേണോ ചെയ്യാനെന്ന് ചോദിക്കാറുണ്ട്. ഇജാസത്തോട് കൂടെയും ചെയ്യാം, അല്ലാതെയൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു റിസൾട്ട് നൽകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഇൻഷാ അല്ലാഹ് 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.